50 ദിവസം ഒരു കൃപയുടെ ജീവിതം നയിക്കാൻ തയ്യാറാകുക, ജീവിതത്തെ നവീകരിക്കാൻ തയ്യാറാകുക. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധാലുക്കളായിരിക്കും. പിന്നെ പാവങ്ങൾക്ക് നന്മ ചെയ്യുക. നമുക്ക് ഇച്ചിരി പൈസയൊക്കെ ഉണ്ടെങ്കിൽ വല്ല പാവങ്ങൾക്കോ, ഭക്ഷണം ഇല്ലാത്തവർക്കോ, വസ്ത്രമില്ലാത്തവർക്കോ, രോഗികൾക്കോ ചെറിയ ചെറിയ സപ്പോർട്ടൊക്കെ കൊടുത്ത് പറ്റുന്ന പോലെ നമ്മൾ കൊടുക്കുക, അവരെ സഹായിക്കുക. അങ്ങനെയുള്ള നല്ല നന്മ ചെയ്യുക, പുണ്യപ്രവൃത്തികളുടെ വഴിയെ പോകുക. അപ്പൊ അങ്ങനെയാണ് ഈ 50 നോയമ്പ് എടുക്കേണ്ടത്. എന്നിട്ട് സഭയിൽ പറ്റുമെങ്കിൽ 50 ദിവസം മുടങ്ങാതെ കുർബാനയ്ക്ക് പോകുക. അത് തീരുമാനമായിരിക്കും. 50 days I will go to the church. എന്ത് തടസ്സം മുതൽ 50 ദിവസം കുർബാന മുടക്കില്ലെന്ന് തീരുമാനിക്കുക. രാവിലെ കുർബാനയ്ക്ക് പോവുക, സന്ധിക്കുന്ന പ്രാർത്ഥിക്കും, ബാക്കി സമയം വർക്ക് ചെയ്യുക. വേണ്ടാത്ത ജേർണിയും ടൂറും പരിപാടി എന്ന് പറഞ്ഞിട്ട് പരിപാടിക്കൊന്നും പോകാതിരിക്കുക. 50 ദിവസം കൃപയുടെ ജീവിതം നയിക്കുക. അങ്ങനെ അതാണ് നോയമ്പ്. എല്ലാ ദുശ്ശീലങ്ങളും മാറി, എല്ലാത്തും മാറുക. ഇറച്ചി മാംസം ഭക്ഷണം മാത്രമല്ല, ഇങ്ങനെ ദുശ്ശീലങ്ങൾ എല്ലാം മാറ്റിക്കളയും. എല്ലാത്തിനും മാറുന്നുണ്ട്. കർത്താവിന് അടിമ വെക്കുക. ഈ 50 ദിവസം അടിമ വെക്കുക. നമ്മൾ ഇനി കർത്താവിന്റെ വാക്കനുസരിച്ച് ജീവിക്കുകയുള്ളൂ. ആഡംബര വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിക്കുക. 50 ദിവസവും നമ്മളൊരു സാധാരണത്വം നിറഞ്ഞ വലിയ പ്രൊജക്ഷൻസ് ഒക്കെ നിർത്തി വെക്കുക. നമ്മൾ നോർമലായിട്ട് കർത്താവിന് മുമ്പ് മാപ്പ് പറയും, എല്ലാത്തിനൊക്കെ മാപ്പ് പറയും ജീവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ആഡംബരം, വലിയ സ്വർണ്ണാഭരണം. 50 ദിവസം നോയമ്പാണ്. എന്റെ തന്നെ ഞാൻ എളുപ്പപ്പെടുത്തുകയാണ്. നോയമ്പെന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അതാണ്. എല്ലാത്തിനും നമ്മൾ പിന്മാറി നമ്മൾ വിശുദ്ധീകരിച്ച് ജീവിക്കുന്ന ദിവസങ്ങളാണ്. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകാൻ പോകുന്നത്. അപ്പോഴാണ് ദൈവകൃപ നമുക്ക് കിട്ടാൻ പോകുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകുന്നത്. അങ്ങനെ ജീവിക്കണം, നിർബന്ധമായിട്ട് ജീവിക്കണം. പാട്ടും കൂത്തും പരിപാടിക്കും ഓടരുത്, ബഹളത്തൊന്നും പോകരുത്. ഈ 50 ദിവസം ഈശോ മരുഭൂമിയിലേക്ക് പോയതുപോലെ നമ്മളും പോകണം.